ശ്രീ ഡിനി, റിട്ടയർഡ് കേണലാണ്. അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഡിനി, വളരെ നിർണായകമായ വളരെ സുപ്രധാനമായ വിവരമാണ് നാവികസേനയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ആ ചിത്രം സഹിതമാണ് അവർ വാർത്തകൾ നമുക്ക് തരികയും ചെയ്യുന്നത്. അപ്പോൾ അതിൽ കോണ്ടാക്ട് 1, കോണ്ടാക്ട് 1 ആണ് ഏറ്റവും സാധ്യത സ്ഥാനമായി കരുതുന്നത്. ഇന്ന് തന്നെ എന്തെങ്കിലും ഒരു നമ്മുടെ ഈ പ്രതീക്ഷ പോലെ ഒരു കാര്യം നടക്കുമെന്ന് കരുതാമോ? ശ്രീ ദേവേഷ്, എനിക്ക് തോന്നുന്നു ലേറ്റസ്റ്റ് ആയിട്ടൊരു ഇൻപുട്ട് അവിടുത്തെ ചിലപ്പോൾ അങ്ങയുടെ റിപ്പോർട്ടേഴ്സിന് കിട്ടിക്കാണോ. അതായത് അവിടുത്തെ റവന്യൂ മിനിസ്റ്റർ ഒരു ഇൻഫർമേഷൻ ഇപ്പം തന്നെ ഒരു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 2-3 മിനിറ്റ് മുൻപ്. അതായത് വെള്ളത്തില് ഈ ട്രക്ക് ആയിട്ടുള്ള ഒരു സാധനത്തിനെ കുറിച്ചുള്ള ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നേവിയും കോസ്റ്റ് ഗാർഡ് കുറച്ചു തന്നെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ്. നേവിയുടെ സഹായത്തോടെ അതിനെ കരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും ആ ഒരു ഓപ്പറേഷനിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് ഉള്ള ഒരു ഇൻഫർമേഷൻ റവന്യൂ മിനിസ്റ്റർ ഷെയർ ചെയ്തായിട്ട് ഞാൻ ഇങ്ങനെ റിപ്പോർട്ട്സിൽ കണ്ടു. ഞാൻ നേരിട്ട് ആ റിപ്പോർട്ട് വായിച്ചിട്ടില്ല. അപ്പം അദ്ദേഹം പറഞ്ഞത് അതിനകത്ത് വെള്ളത്തിലുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും റവന്യൂ മിനിസ്റ്റർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലായിട്ട് അവർക്ക് എന്തോ ഒരു ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ബേസിലായിരിക്കും അവർ ഇനി മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത് വെള്ളത്തിന്റെ ഉള്ളിലാണെങ്കിൽ കുറച്ച് സമയമെടുക്കുന്ന ഒരു രീതിയായിരിക്കും. കാരണം അവിടെ നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്ത പോലെ ആ വെള്ളം നല്ല ഒഴുക്കൊക്കെ ഉള്ളതാണ്. അപ്പൊ അതിനെ കരയിലോട്ട് അടുപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് സമയമെടുക്കും. അപ്പൊ ഇന്ന് തന്നെ നടക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. പക്ഷെ തീർച്ചയായിട്ടും ഒരു ഡെഫിനറ്റ് ആയിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഇപ്പം പറയാൻ സാധിക്കുക. ശരി, ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ലോറിയാണ്, അത് കുറച്ച് മീറ്ററുകൾ താഴെയാണെങ്കിൽ പോലും അത് ഉയർത്തിക്കൊണ്ടുവരിക വളരെ ഭാരിച്ചൊരു ദൗത്യം തന്നെയാണ്. അതിന് സാധാരണ രീതിയിൽ അങ്ങേക്ക് ഇപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ നിലയ്ക്ക് ഈ ലോറി കണ്ടെത്തിയാൽ അതിനെ പുറത്തെടുക്കുക എന്നത് എത്ര സമയം നീണ്ടു നിൽക്കുന്ന ദൗത്യമാകാം? അത് ഡിപ്പെൻഡ് ആവും ശ്രീ ദിവേഷ്. കാരണം അതിന് ലൊക്കേഷൻ അനുസരിച്ചിരിക്കും. അപ്പൊ കാരണം നമ്മൾ ആ ബൂം എക്സ്കവേറ്റർ ഒക്കെ വന്നിട്ടുണ്ട്, അതിന്റെ യൂസ് ചെയ്യുന്നെന്ന് അതിനകത്ത് ആ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. കാരണം അത് ഈ അണ്ടർഗ്രൗണ്ട് കിടക്കുകയാണെങ്കിൽ അതിനെ ഫസ്റ്റ് അതിന്റെ ഡെബ്രി എല്ലാം മാറ്റിയിട്ട് എന്നിട്ട് മാത്രമേ നേവിക്ക് അതിന് നേവിയുടെ സഹായത്തോടെ അതിനെ കരയിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. അപ്പൊ തീർച്ചയായിട്ടും എക്സാക്ട്ലി ഒരു ടൈം ഫ്രെയിം നമുക്ക് പറയാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഡെഫിനറ്റ്ലി ഒരു ഈസി ഓപ്പറേഷൻ അല്ല. പക്ഷെ തീർച്ചയായിട്ടും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് പോസിറ്റീവായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും നേവിയുടെ സഹായത്തോടെ അത് കരയിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. പക്ഷെ ഒരു ടൈം ഫ്രെയിം പറയാൻ ഇപ്പം നമുക്ക് ആക്ച്വലി പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ശരി, വളരെ നന്ദി ശ്രീ കേണൽ ഡിനി പ്രതികരണം അറിയിച്ചതിന്.